നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ കോൺഗ്രസ് എടുത്ത കടുത്ത നിലപാടിൽ ക്രൈസ്തവ സംഘടനകൾക്കിടയിൽ രോഷം പുകയുകയാണ്. കത്തോലിക്ക സഭാ നേതൃത്വവും മറ്റ് ക്രൈസ്തവ സംഘടനകളും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് തങ്ങളെ വഞ്ചിച്ചുവെന്നും മുസ്ലിം വിഭാഗത്തോട് പക്ഷപാതിത്വം കാണിച്ചുവെന്നുമുള്ള ആരോപണമാണ് ഇപ്പോൾ ക്രൈസ്തവ മത നേതൃത്വം ഉയർത്തുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ട് ബാങ്കായിരുന്ന ക്രൈസ്തവ വിഭാഗത്തെ പിണക്കുന്നത് അത്ര ശുഭകരമല്ലെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് തിരിച്ചടി ഉണ്ടാകുമെന്നും സംസ്ഥാനത്തെ പല കോൺഗ്രസ് നേതാക്കൾക്കും നന്നായി അറിയാം. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം വിഭാഗത്തോടൊപ്പം നിൽക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിച്ചത്. അത്തരത്തിലൊരു നിലപാടാണ് കോൺഗ്രസ് കൈക്കൊണ്ടത്. കാരണം 17 കോടിയിൽ പരം വരുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്നും ആ രാഷ്ട്രീയ പ്രസക്തി തിരിച്ചു പിടിക്കണമെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളിലെ വോട്ട് എൻ ബ്ലോക്കായി കോൺഗ്രസ് തിരിച്ചു പിടിക്കണമെന്നുമാണ് അഖിലേന്ത്യാ തലത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും വഖഫ് ബില്ലിനെതിരെ നിലകൊള്ളാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചു. എന്നാൽ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും രണ്ടും തുല്യശക്തികളും രണ്ടു വിഭാഗങ്ങളും കോൺഗ്രസിനെയും UDF-നെയും കാലാകാലങ്ങളായി പിന്തുണയ്ക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മധ്യ തെക്കൻ കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിനെ കൈവിട്ടാൽ പിന്നെ ആ ഭാഗത്തു നിന്നും സീറ്റ് പിടിക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ മലബാർ മേഖലയിൽ ഉത്തര കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണയല്ലാതെ കോൺഗ്രസിന് നിലനിൽക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ ഉത്തര കേരളത്തിൽ സീറ്റുകൾ ലഭിക്കണമെങ്കിൽ UDF-നും കോൺഗ്രസിനും മുസ്ലിം പിന്തുണ നിർണായകമാകുമ്പോൾ തെക്കൻ മധ്യ കേരളത്തിൽ കോൺഗ്രസിന് അതുപോലെ തന്നെ നിർണായകമാണ് ക്രൈസ്തവ വോട്ടുകളും. അതുകൊണ്ട് തന്നെ മധ്യ തെക്കൻ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇനി എന്താകും എന്ന ഒരു ഭീതി, ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കാരണം ഈ മധ്യ തെക്കൻ കേരളത്തിലെ ഹൈന്ദവ വോട്ടുകൾ വലിയ തോതിൽ BJP ആകർഷിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിനും UDF-നും ലഭിച്ചാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. എന്നാൽ വഖഫ് ബില്ലിൽ വളരെ കടുത്ത നിലപാട് BJP സർക്കാരിനെതിരെ കോൺഗ്രസ് എടുത്തതിൽ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തിലുള്ള അസംതൃപ്തിയും രോഷവും കോൺഗ്രസിനെ വലിയ ചിന്താകുഴപ്പത്തിലാക്കുന്നുണ്ട്. വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അഥവാ KCBC-യും മറ്റ് ക്രൈസ്തവ സംഘടനകളും കോൺഗ്രസിനോടും CPM-നോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ രണ്ട് പാർട്ടികളും ഈ ആവശ്യം തള്ളുകയും വഖഫ് ബില്ലിനെതിരെ കടുത്ത നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്തു. ഇത് തങ്ങൾക്കെതിരെയുള്ള ഒരു അപമാനമായിട്ടാണ് ക്രൈസ്തവ മതനേതൃത്വം കരുതുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ എക്കാലവും സംരക്ഷിച്ചിരുന്നിട്ടുള്ള പരിരക്ഷിച്ചിരുന്നിട്ടുള്ള വിഭാഗമാണ് ക്രൈസ്തവർ. ആ ക്രൈസ്തവരെ മുഖത്തടിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് ചില മതമേലധ്യക്ഷന്മാർ പറയുകയും ചെയ്തു. ഏതായാലും ഇവരെയൊന്നും മെരുക്കിയെടുക്കാനും സമാധാനപ്പെടുത്തിയെടുക്കാനും ഒന്നും മയപ്പെടുത്തിയെടുക്കാനും കോൺഗ്രസ് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടൊരു നയമാണ് ഇതെന്നും അതുകൊണ്ട് കേരളത്തിലേക്ക് കോൺഗ്രസിനോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ ആ നയത്തിനെതിരെ നിൽക്കാൻ കഴിയില്ലെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ക്രൈസ്തവ സഭാ നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ പറഞ്ഞതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം എടുത്ത നിലപാടിന് ഒപ്പം നിന്ന് കേരള നേതൃത്വം പോവുകയാണെന്നും വിഭിന്നമായ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും കോൺഗ്രസിന് സാധിക്കില്ലെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ഈ മതമേലധ്യക്ഷന്മാരെ അറിയിച്ചത്. എന്നാൽ അവർ അതുകൊണ്ടൊന്നും സംതൃപ്തരായിട്ടില്ല. കോൺഗ്രസ് തങ്ങളെ അധിക്ഷേപിച്ചു, അപമാനിച്ചു, പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് മുസ്ലിം വോട്ടുകളെ തിരിച്ചു പിടിച്ചേ മതിയാവും. അതല്ലെങ്കിൽ അടുത്ത ലോക്സഭാ ഇലക്ഷനിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അഖിലേന്ത്യാ തലത്തിൽ 17 കോടിയിൽ പരം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്തുണ തിരിച്ചു പിടിച്ചാലേ ഇനി ഇന്ത്യയിൽ കോൺഗ്രസിന് ഭാവിയുള്ളൂ. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് അത് നന്നായി അറിയാം. അതുകൊണ്ടാണ് വഖഫ് ബില്ലിനെ എന്ത് വില കൊടുത്തും പാർലമെന്റിൽ എതിർക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. എന്നാൽ ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് നിർണായകമാകുന്നത് കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് മാത്രമാണ്. അത് കേരളത്തിലെ നേതൃത്വം ഒന്ന് ഹാൻഡിൽ ചെയ്യട്ടെ എന്നാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കരുതുന്നത്. എന്നാൽ BJP-ക്ക് ഇത് ലോട്ടറി അടിച്ച പോലെയായി. ഇന്ന്
മുനമ്പത്ത് 50ഓളം ക്രൈസ്തവ കുടുംബങ്ങളാണ് BJP അംഗത്വം എടുത്തത്. ഇനി വരും ദിവസങ്ങളിലും ധാരാളം ക്രൈസ്തവ നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനത്തെ പോലുള്ളവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞു. അദ്ദേഹവും ഇനി BJPയിലേക്ക് പോകുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും കോൺഗ്രസിന് ഈ വഖഫ് ബിൽ വലിയൊരു തലവേദന തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന ചിന്താകുഴപ്പത്തിലാണ്, ചിന്തയിലാണ്, ആലോചനയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവനും.